ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. ഏവർക്കും ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നലെ US മാർക്കറ്റുകൾക്ക് ഒരു ഗംഭീര ദിവസം തന്നെയായിരുന്നു. S&P 500ഉം ഡൗ ജോൺസും പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. US ഇൻഡീസസ് ഒരു വിന്നിംഗ് സ്ട്രീക്കിലാണ് ഈ ആഴ്ചയുള്ളത്. എൻവിഡിയ ബാക്ക്ഡ് റാലി ആയിരുന്നു ഇന്നലെ കാണാൻ സാധിച്ചത്. എന്തായാലും നമ്മുടെ മാർക്കറ്റിന് ഒരു പോസിറ്റീവ് ഓപ്പണിങ്ങിന് തന്നെയാണ് സാധ്യതയുള്ളത്. നമ്മുടെ ഈ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. മാത്രമല്ല, നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒത്തിരിയേറെ വാർത്തകൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മുടെ മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റിലേക്ക്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ നോക്കാം. ഇന്നലെ ഡെയിലി മാർക്കറ്റ് ന്യൂസിൽ നമ്മൾ പറഞ്ഞിരുന്നു 2027ഓടെ $5 ട്രില്യൺ GDP ആയി ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകുമെന്ന് ജെഫ്രീസ് പറഞ്ഞിരുന്നു. അതിലും വലിയൊരു പ്രസ്താവന വന്നത് വരും വർഷങ്ങളിൽ ഇന്ത്യ $10 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നും ഏറ്റവും വലിയ മൂന്നാമത്തെ സ്ലോട്ട് ഉടൻ തന്നെ ഇന്ത്യക്ക് ലഭിക്കുമെന്നും വേൾഡ് എക്കണോമിക് ഫോറം പ്രസിഡന്റ് ബോർഗെ ബ്രൻഡെ വ്യാഴാഴ്ച പറയുകയുണ്ടായി. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മറ്റു വലിയ സമ്പദ് വ്യവസ്ഥകളെ അപേക്ഷിച്ച് അതിവേഗം വളരുകയാണെന്നും ലോകമെമ്പാടും ഇന്ത്യയെ ഉറ്റുനോക്കുകയാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇനി വരും വർഷങ്ങളിൽ ഇന്ത്യ ഗവൺമെന്റുമായി സഹകരിച്ച് വേൾഡ് എക്കണോമിക് ഫോറം ഇന്ത്യയിൽ ഉച്ചകോടി നടത്താൻ ആലോചിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. മറ്റൊരു വാർത്തയുള്ളത്, ഇന്ത്യയുടെ ഫ്ലാഷ് കോമ്പോസിറ്റ് PMI ഡാറ്റ പുറത്തു വന്നു. ഫെബ്രുവരിയിൽ 7 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. S&P ഗ്ലോബൽ സമാഹരിച്ച HSBC ഫ്ലാഷ് ഇന്ത്യ കോമ്പോസിറ്റ് പർച്ചേസേഴ്സ് മാനേജേഴ്സ് സൂചിക ജനുവരിയിൽ 61.2 നിന്ന് ഈ മാസം 61.5 ആയി ഉയർന്നു. ഇത് തുടർച്ചയായ 31ാമത്തെ മാസമാണ് 50-ന് മുകളിലായി ഈ ഡാറ്റ പുറത്തു വരുന്നത്. ഇനി മാനുഫാക്ചറിംഗ് ആൻഡ് സർവീസസ് സെക്ടർ ശക്തമായ വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. ഇത് ശക്തമായ സമ്പദ് വ്യവസ്ഥയെ കൂടി സൂചിപ്പിക്കുന്നു. കൂടാതെ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ആവശ്യം വർദ്ധിക്കുന്നത് ഭാവിയിലേക്കുള്ള വളർച്ചയ്ക്കും നല്ലത് തന്നെയാണ്. എന്തായാലും വളരെ നല്ല ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസ് തന്നെയാണ്. മറ്റൊരു വാർത്തയിലേക്ക്. വിദേശ നിക്ഷേപവും വൈദഗ്ധ്യവും ആകർഷിക്കുന്നതിനായി ഇന്ത്യ ബഹിരാകാശ മേഖലയിൽ പുതിയ വാതിലുകൾ തുറക്കുകയാണ്. ഈ നീക്കം രാജ്യത്തിന്റെ ബഹിരാകാശ വ്യവസായത്തെ ഉത്തേജിപ്പിക്കാനും ആഗോള ബഹിരാകാശ വിപണിയുടെ വലിയൊരു പങ്ക് നേടാനും ഇന്ത്യയെ സഹായിക്കും. പുതിയ നയം ഉപഗ്രഹ സംവിധാനങ്ങളുടെ നിർമ്മാണത്തിൽ 100% നേരിട്ടുള്ള വിദേശ നിക്ഷേപം അനുവദിക്കുകയും വിക്ഷേപണ വാഹനങ്ങൾക്കുള്ള നിയമങ്ങൾ ലഘൂകരിക്കുകയും ചെയ്യുന്നു. ഇനി നിരവധി സ്റ്റോക്കുകളാണ് ഇന്നലെ ഈ വാർത്തയ്ക്ക് ശേഷം വലിയ റാലി ഉണ്ടാക്കിയത്. MTAR ടെക്നോളജീസ്, ഐഡിയ 4G ടെക്നോളജീസ്, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ്, മിഥാനി എന്നീ ഷെയറുകൾ വലിയ റാലിയാണ് ഇന്നലെ മാർക്കറ്റിൽ കാഴ്ചവെച്ചത്. മറ്റൊരു വാർത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗത്തിന്റെ മിനിറ്റ്സ് പുറത്തു വന്നു. പണപ്പെരുപ്പത്തെക്കുറിച്ചുള്ള തുടർച്ചയായ ആശങ്കകൾ വെളിപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ഭക്ഷ്യവിലയിലെ അനിശ്ചിതത്വം ഈ റിപ്പോർട്ടിൽ എടുത്തു കാണിക്കുന്നു. ജനുവരിയിലുള്ള മൊത്തത്തിലുള്ള പണപ്പെരുപ്പ നിരക്ക് 3 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിൽ എത്തിയെങ്കിലും RBI ഇപ്പോഴും ജാഗ്രതയിൽ തന്നെയാണ് എന്ന് പറയുന്നു. എന്തായാലും പണപ്പെരുപ്പം ടാർഗറ്റിലേക്ക് കൊണ്ടുവരാനുള്ള പരമാവധി ശ്രമത്തിൽ തന്നെയാണ് RBI എന്ന് കാണാം. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്ത്. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. നിഫ്റ്റിയിലേക്ക്. ഇന്നലെ ഒരു ഫാന്റാസ്റ്റിക് റാലി ആയിരുന്നു നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചത്. ഇൻട്രാഡേ ലോയിൽ നിന്നും ഏകദേശം ഒരു 340 പോയിന്റ്സിന്റെ റിക്കവറി ആയിരുന്നു കണ്ടത്. ഒടുവിൽ ക്ലോസ് ചെയ്യുന്നത് 22,217-ൽ 162 പോയിന്റ്സ് ഉയർന്നായിരുന്നു. ഇന്നലെ ഡെയിലി മാർക്കറ്റ് ന്യൂസിൽ പറഞ്ഞതുപോലെ ഫെബ്രുവരി 16-ന് നിഫ്റ്റി ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിരുന്നു. ഒരുപക്ഷെ ഡൗൺ വരികയാണെങ്കിൽ ആ ഗ്യാപ്പ് നിഫ്റ്റി ഫില്ല് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു. കൂടാതെ 21 DMA ഉള്ള സോണായ 21,880-ൽ കൂടി ടച്ച് ചെയ്തതിന് ശേഷമാണ് നിഫ്റ്റി ഒരു റിവേഴ്സലിലേക്ക് പോയത്. ഇനി നിഫ്റ്റിയുടെ ഹവർലി മൊമെന്റം ഇൻഡിക്കേറ്റർ ഇപ്പോൾ ഒരു പോസിറ്റീവ് ക്രോസ് ഓവർ ആണ് കാണിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നെഗറ്റീവ് ക്രോസ് ഓവറിലായിരുന്നു. ഡെയിലി മൊമെന്റം ഇൻഡിക്കേറ്റർ ഓൾറെഡി ഒരു പോസിറ്റീവ് ക്രോസ് ഓവറിലാണ് ഉള്ളത്. ഡൗൺ സൈഡിൽ 21,850 മുതൽ 21,800 വരെയുള്ളത് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സോണാണ്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ആ ഒരു പോസിറ്റിവിറ്റി നഷ്ടപ്പെടും. അപ്സൈഡിലേക്ക് വന്നാൽ 22,460 മുതൽ 22,500 വരെയുള്ളത് ഒരു പ്രധാനപ്പെട്ട സോൺ തന്നെയാണ്. അടുത്തത് ഡേ ക്യാൻഡിൽ. ഒരു ഹാമർ ക്യാൻഡിലിന് സമാനമായ ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. ബൈ ഓൺ ഡിപ്സ് ആണ് മാർക്കറ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് വരുന്ന കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം കോൾ സൈഡിൽ 23,000 സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 22,000 സ്ട്രൈക്കിലും അതിനുശേഷം 22,800 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 22,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 21,500 സ്ട്രൈക്കിലും അതിനുശേഷം 21,900 സ്ട്രൈക്കിലുമാണ്. നെക്സ്റ്റ് വീക്ക് OI പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 22,800-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 21,900-ഉമാണ്.
ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം 22-200 സ്ട്രൈക്കിൽ 307% വർധനമാണ് പുട്ട് സൈഡിലുള്ളത്. കോൾ സൈഡിലേക്ക് വന്നാൽ 18% ഇടിവാണ്. കോൾ സൈഡിൽ ഒരു ഷോർട്ട് കവറിങ്ങും പുട്ട് സൈഡിലേക്ക് വന്നാൽ ഒരു ലോങ് ബിൽഡപ്പുമാണ് അവിടെയുള്ളത്. അടുത്ത സ്ട്രൈക്ക് 22-150 ആണ്. അവിടെ 337% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ലോങ് ബിൽഡപ്പ് തന്നെയാണ്. കോൾ സൈഡിലേക്ക് വന്നാൽ 29% ഇടിവ്, ഷോർട്ട് കവറിംഗ് ആണ് ആ സ്ട്രൈക്കിലുള്ളത്. ഇനി 22-250 സ്ട്രൈക്കിൽ 612% വർധനവ്, ഒരു ലോങ് ബിൽഡപ്പാണ് പുട്ട് സൈഡിലുള്ളത്. കോൾ സൈഡിലേക്ക് വന്നാൽ 201% വർധനവുണ്ട്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കോൾ സൈഡിലുള്ളത്. ഈ സ്ട്രൈക്കുകളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ ശക്തിയുള്ള പുട്ട് സെല്ലേഴ്സ് തന്നെയാണ് കൂടുതൽ ശക്തിയുള്ളത് എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 46,919 0.21% ഇടിഞ്ഞായിരുന്നു ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയും ലോവർ ലെവലിൽ ഇന്നലെ നല്ല ഒരു ഷാർപ്പ് റിക്കവറി കാണാൻ സാധിച്ചു. ഡേ ക്യാൻഡിൽ ഒരു ലോങ് ലെഗോട് കൂടിയ ഡോജി ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. ഒരു ബുള്ളിഷ് സൈൻ തന്നെയാണ് ഈ ക്യാൻഡിൽ കാണിച്ചു തരുന്നത്. ഡൗൺ സൈഡിൽ 46,500 താഴെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയുടെ ബുള്ളിഷ് ട്രെൻഡിന് കോട്ടം തട്ടി എന്ന് വിലയിരുത്താം. കൂടാതെ അപ്സൈഡിൽ 48,000 ഒരു ഇമ്പോർട്ടന്റ് ലെവൽ ആവാനും സാധ്യതയുണ്ട്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ നോക്കാം. ആദ്യം 47,000 കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 47,500 സ്ട്രൈക്കിലും അതിനുശേഷം 48,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 45,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 46,500 സ്ട്രൈക്കിലും അതിനുശേഷം 46,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 46,000 മുതൽ 46,500 വരെയുള്ള സോണും റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 47,000 മുതൽ 47,500 വരെയുള്ള സോണുമാണ്. ഇന്ത്യ വിക്സിലേക്ക് 15.20 എന്ന നിലയിൽ 4.58% ഇടിഞ്ഞായിരുന്നു ക്ലോസ് ചെയ്യുന്നത്. ഇന്നത്തെ കുറിച്ച് സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. ആദ്യം ഒലക്ട്ര ഗ്രീൻ ടെക്. കൺസോർഷ്യം ഓഫ് ഒലക്ട്ര ഗ്രീൻ ടെക് ആൻഡ് NV ട്രാൻസ് 2400 ഇലക്ട്രിക് ബസ്സുകളുടെ വിതരണത്തിന് ബ്രിഹാൻ മുംബൈ ഇലക്ട്രിക് സപ്ലൈ ആൻഡ് ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിംഗിൽ നിന്ന് ഒരു കമ്പനിക്ക് ഒരു ലെറ്റർ ഓഫ് ഓർഡർ ലഭിച്ചു. 4,000 കോടി രൂപയുടേതാണ് കരാർ. മറ്റൊരു കമ്പനി IRCTC ആണ്. IRCTC ഈ കാറ്ററിംഗ് പോർട്ടലിലൂടെ മുൻകൂട്ടി ഓർഡർ ചെയ്ത ഭക്ഷണം വിതരണം ചെയ്യുന്നതിന് ബണ്ടൽ ടെക്നോളജീസുമായി സ്വിഗ്ഗിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു. ആദ്യഘട്ടത്തിൽ 4 റെയിൽവേ സ്റ്റേഷനുകളിലാണ് ഇത് നടപ്പിലാക്കുക. ബാംഗ്ലൂരു, ഭുവനേശ്വർ, വിജയവാഡ, വിശാഖപട്ടണം. മറ്റൊരു കമ്പനി വോഡാഫോൺ ഐഡിയ ആണ്. റൈറ്റ്സ് ഇഷ്യൂ, പബ്ലിക് ഓഫർ, പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റ് എന്നീ സ്വകാര്യ പ്ലേസ്മെന്റുകൾ വഴി ഫണ്ട് സ്വരൂപിക്കുന്നതിനായി ഫെബ്രുവരി 27 ബോർഡ് യോഗം ചേരും. മറ്റൊരു കമ്പനി ടെക്സ്മാക്കോ റെയിലാണ്. ഫണ്ട് സമാഹരണം പരിഗണിക്കുന്നതിനായി ഫെബ്രുവരി 27 ബോർഡ് യോഗം ചേരും. മറ്റൊരു കമ്പനി ഇൻഡോസ്റ്റാർ ക്യാപിറ്റൽ ഫിനാൻസ് ആണ്. ഫണ്ട് സമാഹരണം പരിഗണിക്കുന്നതിനായി ഫെബ്രുവരി 27 ബോർഡ് യോഗം ചേരും എന്നൊരു വാർത്ത. മറ്റൊരു വാർത്തയുള്ളത് മൊറീപ്പിയൻ ലബോറട്ടറീസ്. ഫണ്ട് സമാഹരണത്തിനായി ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് വഴി 350 കോടി രൂപ സമാഹരിക്കാൻ കമ്പനി തീരുമാനിച്ചു. മറ്റൊരു വാർത്തയുള്ളത് ഓയിൽ ഇന്ത്യയെ സംബന്ധിച്ചതാണ്. ഗ്രീൻ അമോണിയ, ഗ്രീൻ മെത്തനോൾ, മറ്റ് ഡെറിവേറ്റീവുകൾ എന്നിവ പര്യവേഷണം ചെയ്യുന്നതിനായി FACTയുമായി കമ്പനി ഒരു കരാറിൽ ഒപ്പുവെച്ചു എന്നൊരു വാർത്ത. ഇനി ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ: അശോക് ലൈലാൻഡ്, ബൽറാംപൂർ ചീനി മിൽസ്, ബന്ധൻ ബാങ്ക്, ബയോകോൺ, GMR ഇൻഫ്ര, GNFC, ഹിന്ദുസ്ഥാൻ കോപ്പർ, ഇൻഡസ് ടവേഴ്സ്, നാഷണൽ അലുമിനിയം, പിരാമൽ എന്റർപ്രൈസസ്, PVR ഇനോക്സ്, RBL ബാങ്ക്, സി എന്റർടൈൻമെന്റ് എന്നീ കമ്പനികളാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ സ്ഥിരം പറയുന്നത് തന്നെയാണ്. നമ്മുടെ ലൈവ് ഇപ്പോൾ സ്ഥിരമായിട്ട് രാവിലെ 10 മണിക്ക് മുന്നേ ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. കാരണം നിങ്ങളെ ത്രൂ ഔട്ട് ആ ഒരു ട്രേഡിംഗ് ഡേയിൽ സഹായിക്കുക, നിങ്ങളുടെ ഒപ്പം ട്രേഡ് ചെയ്യുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നഷ്ടം കുറച്ച് ലാഭം നേടാനുള്ള ഒരു അവസരം കൂടിയാണ്. എല്ലാവരും പഠിച്ച് മാത്രം ട്രേഡ് എടുക്കുക. ഓപ്ഷൻസിനെ കുറിച്ച് ഒട്ടും അറിയാത്തവർക്കായിട്ട് നമ്മളൊരു വീഡിയോ കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. ആർക്കെങ്കിലും ആ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ മെസ്സേജ് അയക്കാവുന്നതാണ്. മാത്രമല്ല, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും ഒരു പെർഫോമൻസ് അനാലിസിസിലേക്ക് ആദ്യം നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകളിലേക്കാണ്. റെയ്മണ്ട് ഫെബ്രുവരി 21 സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്ന 1865 എന്ന നിലയിൽ എൻട്രി എടുത്ത് 1943 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 4% മുകളിൽ നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. അടുത്തത് ഇൻട്രാഡേയിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകളും നല്ല പ്രോഫിറ്റിലേക്ക് വന്ന സ്റ്റോക്കുകളെ കുറിച്ചും പറയാം. ആദ്യം കുമ്മിൻസ് ഇന്ത്യ 2668 എന്ന നിലയിൽ എൻട്രി എടുത്തു. 2789 വരെ സ്റ്റോക്ക് അപ്പായി. നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. ഏകദേശം 4.5% പ്രോഫിറ്റും ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് NCC ആയിരുന്നു. 234.4 എന്ന നിലയിൽ എൻട്രി എടുത്തു. 246 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 5%-നോടടുത്ത് നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു.
മറ്റൊരു സ്റ്റോക്ക് L&T ആയിരുന്നു. 3305 എന്ന നിലയിൽ എൻട്രി എടുത്തു. 3363 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 1.75% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് സോളാർ ഇൻഡസ്ട്രീസ് ആയിരുന്നു. 6806 എന്ന നിലയിൽ എൻട്രി എടുത്തു. 6878 വരെ സ്റ്റോക്ക് അപ്പായി. 1% മുകളിൽ പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് സ്റ്റെർലൈറ്റ് ടെക്നോളജീസ് ആയിരുന്നു. 147.5 എന്ന നിലയിൽ എൻട്രി എടുത്തു. 151 വരെ സ്റ്റോക്ക് അപ്പായി. 2.5% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. ഇൻട്രാഡേയിൽ നല്ല പ്രോഫിറ്റിലേക്ക് വന്ന സ്റ്റോക്കുകളും നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തതുമായ സ്റ്റോക്കുകളാണ് ഇവിടെ പറഞ്ഞത്. ഇനി ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIs ഇന്നലെ 1410 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്ത്. DIs ആവട്ടെ വലിയ ബൈയിങ്ങിലേക്ക് തന്നെ പോയി 1823 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇനി US മാർക്കറ്റിലേക്ക്. ഇന്നലെ ഒരു എൻവിദിയ ഷോ തന്നെയായിരുന്നു US മാർക്കറ്റിൽ കണ്ടത്. ചിപ്പ് മേക്കർ എൻവിദിയ 16% മുകളിൽ നേട്ടമുണ്ടാക്കിയാണ് ക്ലോസ് ചെയ്ത്. S&P 500 2023 ജനുവരിക്ക് ശേഷമുള്ള ഏറ്റവും മികച്ച ദിവസം രേഖപ്പെടുത്തി 2.11% ഉയർന്നു. നാസ്ഡാക്ക് കോമ്പോസിറ്റിനെ സംബന്ധിച്ച് 2023 ഫെബ്രുവരിക്ക് ശേഷമുള്ള ഏറ്റവും മികച്ച നേട്ടമുണ്ടാക്കിയ ഒരു ദിവസമായി 2.96% ഉയർന്നായിരുന്നു നാസ്ഡാക്ക് ക്ലോസ് ചെയ്ത്. ഡൗ ജോൺസിനെ സംബന്ധിച്ച് 1.18% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. S&P 500ഉം ഡൗ ജോൺസും പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. ഇനി S&P 500ലെ 11 സെക്ടറുകളിൽ 10 സെക്ടറുകളും ഇന്നലെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്ത്. ടെക് സ്റ്റോക്കുകൾ 4.4% വലിയ നേട്ടമുണ്ടാക്കി. വ്യവസായ മേഖലയും ആരോഗ്യ മേഖലയും പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. നഷ്ടത്തിൽ ക്ലോസ് ചെയ്തത് യൂട്ടിലിറ്റീസ് സെക്ടർ മാത്രമാണ്. ഇനി എൻവിദിയയിലേക്ക് തന്നെ വന്നാൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ ഒരു സിംഗിൾ ഡേയിൽ $277 ബില്യൺ എൻവിദിയ ഇന്നലെ കൂട്ടിച്ചേർത്തു. അതും ഒരു ചരിത്രം തന്നെയാണ്. ഇന്നലെ എൻവിദിയ ഉണ്ടാക്കിയ നേട്ടം എല്ലാ സെമി കണ്ടക്ടർ സ്റ്റോക്കുകളിലും കണ്ടു. സിനോഫിസ് 6.9% ഉയർന്നു. ഫിലാഡൽഫിയ സെമി കണ്ടക്ടർ ഇൻഡെക്സ് 5% മുകളിൽ ഉയർന്നു. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, മെറ്റ എന്നിവ 1% മുതൽ 4% വരെയുള്ള നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. മാത്രമല്ല ഇന്ന് സെമി കണ്ടക്ടർ AI സ്റ്റോക്കുകൾ കൂടി ഇന്ത്യയിൽ ഫോക്കസിൽ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ടാറ്റ, LXI, ഡിക്സോൺ ടെക്നോളജീസ് എന്നീ കമ്പനികൾ ഫോക്കസിലാവാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊരു വാർത്ത കൂടി പറയാനുള്ളത്, ഫെഡറൽ റിസർവ് ഗവർണർ ഫിലിപ്പ് ജെഫേഴ്സൺ വ്യാഴാഴ്ച പറഞ്ഞത് ഈ വർഷം പലിശ നിരക്ക് കുറയ്ക്കും എന്ന് തന്നെയാണ് താൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അനുകൂലവും പ്രതികൂലവുമായ ധാരാളം ഘടകങ്ങൾ മുന്നിൽ ഉള്ളതുകൊണ്ട് തന്നെ ഒരു റേറ്റ് കട്ട് എന്നായിരിക്കും എന്ന് പറയാൻ കൃത്യമായി സാധിക്കില്ല. എന്തായാലും റേറ്റ് കട്ടിന്റെ കൂടുതൽ വാർത്തകൾ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഇനി US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ആദ്യം ബാങ്കിംഗ് സൈഡിൽ HDFC ബാങ്ക് 0.53% നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. ആക്സിസ് ബാങ്ക് 1.28%, ICICI ബാങ്ക് 1.82% നേട്ടത്തിലും ക്ലോസ് ചെയ്തു. ഇൻഫോസിസ് 2.63% ഉയർന്നാണ് ക്ലോസ് ചെയ്ത്. വിപ്രോ 2.51%, ഡോക്ടർ റെഡ്ഡി 1.5%. ഇന്നലത്തെ ആ വലിയ റാലിക്ക് ശേഷം ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ചെറിയ ഇടിവിലാണ്. ഡൗ ജോൺസ് 0.06% ഇടിഞ്ഞും, S&P 500 0.08% ഇടിഞ്ഞും, നാസ്ഡാക്ക് 0.15% ഇടിഞ്ഞുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ ക്ലോസ് ചെയ്ത യൂറോപ്യൻ വിപണി നേട്ടത്തിലായിരുന്നു. UK മാർക്കറ്റ് FTSE 0.29% ഉയർന്നായിരുന്നു ഇന്നലെ ക്ലോസ് ചെയ്ത്. ഫ്രാൻസ് മാർക്കറ്റ് CAC 1.27% ഉയർന്നും, ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 1.47% ഉയർന്നും ക്ലോസ് ചെയ്തു. സ്റ്റോക്ക് 600 0.82% ഉയർന്നത്. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റിൽ നിന്നും യൂറോസോൺ ബിസിനസ് ആക്ടിവിറ്റി ഫെബ്രുവരിയിലെ പുറത്തു വന്നു. ഒരു ഇംപ്രൂവ്മെൻ്റ് ആണ് നമുക്ക് ഡാറ്റയിൽ കാണാൻ സാധിച്ചത്. സർവീസ് സെക്ടർ ഇംപ്രൂവ് ചെയ്തപ്പോൾ മാനുഫാക്ചറിംഗ് സെക്ടർ ഒരു കോൺട്രാക്ഷനിലേക്ക് പോയി. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഫ്യൂച്ചർ മാർക്കറ്റുകൾ ഡാക്സ് 0.15% ഇടിവിലും, CAC 0.06% ഇടിവിലും, FTSE 0.04% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകളിൽ ഇപ്പോൾ ഫോക്കസിലുള്ളത് ജപ്പാൻ മാർക്കറ്റാണ്. നിക്കി മാർക്കറ്റ് ഏകദേശം 2.19% ഉയർന്നായിരുന്നു ഇന്നലെ ക്ലോസ് ചെയ്ത്. 39,000 എന്ന മാർക്ക് നിക്കി മാർക്കറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകളിൽ ഗിഫ്റ്റ് നിഫ്റ്റി 22,307 എന്ന നിലയിലാണ്. ഒരു 40 പോയിന്റ്സിന്റെ അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് ഒരു 60 മുതൽ 80 പോയിന്റ്സിന്റെ ഒക്കെ ഒരു ഗ്യാപ്പ് അപ്പ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ കോസ്പി മാർക്കറ്റ് 0.62% ഉയർന്നും, തായ്വാൻ മാർക്കറ്റ് 0.59% ഉയർന്നും, സിംഗപ്പൂർ മാർക്കറ്റ് 0.64% ഇടിഞ്ഞുമാണ് ഇപ്പോൾ ട്രേഡിംഗ് നടത്തുന്നത്. ഓയിൽ പ്രൈസുകൾ ക്രൂഡ് ഓയിൽ ഫ്യൂച്ചേഴ്സ് വ്യാഴാഴ്ച ഉയർന്നാണ് ക്ലോസ് ചെയ്ത്. ആഗോള വിപണിയുടെ കർശനമായ സൂചനകൾക്കിടയിലും മിഡിൽ ഈസ്റ്റിലെ അനിശ്ചിതത്വങ്ങളുമാണ് ഇന്നലത്തെ നേട്ടത്തിന് കാരണമായത്. ഇപ്പോൾ ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $83.42 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.02% ഇടിവിലാണ് ഇപ്പോൾ ഉള്ളത്.
WTI ഉള്ളത് $78.31 എന്ന നിലയിൽ 0.38% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അതൊന്നും റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. നന്ദി.